ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഹിന്ദു ബിംബങ്ങൾ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതായിരുന്നു വിപ്ലവേഷ്. പടി കയറുന്നതിന് മുന്നേ വിപ്ലവേഷ് ചിന്തിച്ചു, അല്ല, കേരള പോലീസിന്റെ മോട്ടോ മൃദുഭാവേ ദൃഢകൃത്യേ എന്നല്ലേ? അത് സംസ്കൃതമല്ലേ? സംസ്കൃതം ദേവഭാഷയാണ്, ഹിന്ദുക്കളുടേത്. അപ്പോ ഇവിടം ഹിന്ദുത്വ ശക്തികൾ ഹൈജാക്ക് ചെയ്തു. അങ്ങനെ ചിന്തിച്ച് വിപ്ലവേഷ് നേരെ പോയത് ഭരിക്കുന്ന സർക്കാരിനോട് പരാതി പറയാനാണ്. അങ്ങനെ കരുതിയപ്പോഴാണ് അടുത്ത ശങ്ക. കേരള സർക്കാരിന്റെ ഔദ്യോഗിക മോട്ടോ സത്യമേവ ജയതേ എന്നാണ്. അത് മാണ്ഡൂക്യ ഉപനിഷത്തിൽ നിന്ന് എടുത്തതാണ്. നിരാശനായ അദ്ദേഹം അത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെയും മോട്ടോ എന്നറിഞ്ഞപ്പോൾ രണ്ടിനെയും ഹിന്ദുത്വ ശക്തികൾ ഹൈജാക്ക് ചെയ്ത വിഷമത്തിൽ തരിച്ചു നിന്നു. ഇനി പട്ടാളം തന്നെ രക്ഷ എന്ന മട്ടിൽ നിന്നപ്പോഴാണ് ആർമിയുടെ മോട്ടോ സേവ പരമോ ധർമ്മ എന്ന സംസ്കൃത വചനമാണ് എന്ന് ഓർമ്മ വന്നത്. എയർഫോഴ്സിന്റെ ആണെങ്കിലോ ഗീതയിലെ 11-ാം അധ്യായത്തിൽ യശസ്സോടെ ആകാശം സ്പർശിക്കൂ എന്ന് അർത്ഥം വരുന്ന കൃഷ്ണൻ പറഞ്ഞ നഭ സ്പർശം ദീപ്തം എന്ന ശ്ലോകമാണ്. നാവികസേനയുടെ മോട്ടോ ആണെങ്കിലോ സമുദ്രത്തിന്റെ ദേവനായ വരുണനെ സ്മരിക്കുന്ന ശം നോ വരുണ എന്നാണ് എന്നുകൂടെ അറിഞ്ഞതും അയാളുടെ പ്രതീക്ഷ മുഴുവൻ നശിച്ചു. സൈന്യവും കാവ്യവൽക്കരിക്കപ്പെട്ടോ? ഇതെല്ലാം അവസാനിപ്പിക്കണം. മതേതര രാജ്യത്ത് ഹിന്ദു ചിഹ്നങ്ങളും ബിംബങ്ങളുമോ? ഇതിനെതിരെ ഒരു ഹർജി നൽകാൻ വിപ്ലവേഷ് സുപ്രീം കോടതിയിലേക്ക് തന്നെ വെച്ചുപിടിച്ചു. സുപ്രീം കോടതിയുടെ പടവുകൾ കയറുമ്പോഴാണ് അയാൾ അത് ശ്രദ്ധിച്ചത്. തന്റെ പാർട്ടിയുടെ വിപ്ലവജാഥ പോകുന്നത് അയാൾ കണ്ടു. അവർ ശക്തമായി ആഹ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങളെ ഹിന്ദുവൽക്കരിക്കാൻ സമ്മതിക്കില്ല, കാവ്യവൽക്കരണം അനുവദിക്കില്ല. സന്തോഷത്തോടെ തന്റെ പ്രസ്ഥാനത്തിന്റെ ധീരമായ ചെറുത്തുനിൽപ്പുകൾ കണ്ട് കോടതിയുടെ പടവുകൾ കയറുമ്പോഴാണ് വിപ്ലവേഷ് അത് കണ്ടത്. സുപ്രീം കോടതിയുടെ മോട്ടോ അതാ കാണാൻ കഴിയുന്നു. അത് മഹാഭാരതത്തിലെ യഥോധർമ്മ സ്തതോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടാകും എന്ന വാക്യമായിരുന്നു. ഭാരതാംബ ഹിന്ദുത്വ ചിഹ്നമാണെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്നും വാദിച്ച് അവഗണിക്കാൻ ശ്രമിക്കുന്ന വിപ്ലവേഷ് കുമാരൻ ഇതും കൂടി കണ്ടതും കണ്ണീരോടെ നെഞ്ചത്തടിച്ച് മടങ്ങിപ്പോയി.